വിട്ടു, അതാണ് വിഷയം. നീ ഒരു കാര്യം, നീ എങ്ങനെയായാലും നീ എന്തെന്ന് പറഞ്ഞാലും നീ കല്യാണം കഴിക്കാൻ നീ ഒരു കാരണം വെച്ചാൽ സമ്മതിക്കില്ലേ? കല്യാണം വേഗം ഫിക്സ് ചെയ്യുന്നത് പറയാനാട്ടോ. ഇല്ല, നീ എവിടെ കയറിയാലും ഞാൻ എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞാൽ മതി. നീ കൺഫേം ആയിട്ട് പറയണം. വണ്ടി കെട്ടി ഇടിച്ച സമയത്ത് അവൻ്റെ മോളെ മാറ്റി നിർത്തിയിട്ട് അപ്പോൾ എന്തിനാണ് അവൻ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. എങ്കിൽ പിന്നെ രണ്ടുപേരുടെ അവൻ ചെയ്ത് കിടക്കുന്നത് നട്ടലിടിച്ച് പൊളിച്ചിട്ട് ഇവൻ എന്താണ് അത്? എന്തായാലും ഈ പെൺകുട്ടി ഒരു 5-6 ദിവസം ഇവരുടെ കഴിഞ്ഞു അവനൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആര് രക്ഷിക്കും? ഈ വങ്കം നോക്കുമോ? വെമ്പായത്ത് ദുരഭിമാന കൊലപാതക ശ്രമം. മകളുടെ പങ്കാളിയെ പിതാവ് ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. യുവാവ് ഗുരുതര പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. വേദ്നാട് പെരിങ്കൂർ ലക്ഷം വീട്ടിൽ താമസിക്കുന്ന അനിൽകുമാറിന്റെ മകൻ അഖിൽജിത്തിനെയാണ് പങ്കാളിയുടെ പിതാവായ കന്യാകുളങ്ങര സിയോൺകുന്ന് പനച്ചുകുള വീട്ടിൽ ജോൺ ലോറി ഇടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. ജോണിന്റെ മകൾ മാളുവും അഭിജിത്തും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു. ഇതിനിടെ വീട്ടുകാർ മാളുവിനെ ബന്ധു വീട്ടിലേക്ക് മാറ്റുകയും വിവാഹാലോചനകൾ നടത്തുകയും ചെയ്തതോടെ മാളു അഖിൽജിത്തിനോടൊപ്പം പോവുകയും ഇരുവരും ഒരുമിച്ച് താമസിച്ചു വരികയും ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഇരുവരും മാരുതി കാറിൽ കൊപ്പത്തുള്ള കടയിൽ സാധനം വാങ്ങാൻ വന്നതായിരുന്നു. മാളു സാധനം വാങ്ങാൻ കടയിലേക്ക് പോവുകയും അഭിജിത്ത് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങവെയാണ് ജോൺ ലോറി കൊണ്ട് കാറിനോട് ചേർത്ത് അഭിജിത്തിനെ ഇടിച്ചത്. ഓടിയെത്തിയ നാട്ടുകാർ ലോറി തള്ളിമാറ്റിയാണ് അഖിൽജിത്തിനെ പുറത്തെടുത്തത്. കാലുകൾ ഒടിഞ്ഞ നിലയിൽ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വീട്ടുകാരെ ധിക്കരിച്ച യുവാവിനൊപ്പം മകൾ പോയതിന്റെ പകയാണ് കൊലപാതക ശ്രമത്തിന് പിന്നിലെന്നാണ് യുവാവിന്റെ ബന്ധുക്കൾ പറയുന്നത്. ജോണിനെ വെഞ്ഞാറമൂട് പോലീസ് പിടികൂടി മിനി ലോറിയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ ബംഗം ബിനു എന്ന് പറഞ്ഞ വെമ്പായത്തുള്ള വണ്ടി ഇടിച്ചിട്ടു. പിന്നെ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി കൊണ്ടുപോവുകയും വട്ടപ്പാറ സോഡ് സ്റ്റേഷനെ അറിയിക്കുകയും, അപ്പോൾ അത് മുഖാന്തരം ഞാൻ ഇന്ന് നെടുമങ്ങാട് സ്റ്റേഷനിൽ പോയായിരുന്നു. സ്റ്റേഷനിൽ പോയിട്ട് അപ്പോൾ അവർ കേസെടുത്തിട്ടുണ്ട്. ആ കുട്ടിയുടെ മൊഴിയാണ്. ഇപ്പോൾ എൻ്റെ മോന് 2 ഓപ്പറേഷൻ രാത്രിയും രാവിലെയും ഇതുവരെയ്ക്കും ICU നിന്ന് പുറത്തിറക്കിയിട്ടില്ല.